ഹലോ ഗൈസ്, അപ്പോൾ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് തായ്ലൻഡ് ഫുക്കറ്റിലോട്ട് പോവുകയാണ്. ഞങ്ങളുടെയൊക്കെ ഫസ്റ്റ് ഫ്ലൈറ്റുമാണ് കേട്ടോ. ഹസ്ബൻഡ് അപ്പോട്ടൻ്റെ അല്ല, ബാക്കി എൻ്റെയും അമ്മയുടെയും ഉമ്മക്കുട്ടീൻ്റെയും നമ്മുക്കുട്ടീൻ്റെയും ഒക്കെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. T3 ടെർമിനലിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ 2:40 ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു 3 മണിക്കൂർ മുമ്പ് തന്നെ ഞങ്ങളവിടെ എത്തി. ഞാനിപ്പോൾ ഇന്റർനാഷണൽ എയർപോർട്ട് കൊച്ചിയിലാണ് ഉള്ളത്. അവിടെ എവിടെ നോക്കണ്ടേ? ഇങ്ങോട്ട് നോക്കണം അല്ലേ? ശരി പറയാനുണ്ട്. ഐ എം വെരി ഹാപ്പി. ഞാനിതിപ്പോ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാവാണ്ട് ഇരിക്കുകയാണ്. ഇത് ഭയങ്കര സന്തോഷം. അതെയല്ലേ? നമുക്ക് ആക്ച്വലി ഇത് പറയുമ്പോൾ അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പിന്നെയും അമ്മേനെ പോകുന്ന വഴിക്ക് തന്നെ കരയിപ്പിക്കാൻ ഒരു മടിയായിട്ട് ഞാനതവിടെ എങ്ങനെയൊക്കെയോ മാറ്റി സ്റ്റോപ്പ് ചെയ്തു. കണ്ടൊക്കെ അങ്ങനെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു, അമ്മേനെയും കൊണ്ടൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണം എന്നുള്ളത്. അത് എൻ്റെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അമ്മയുടെയും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ പോകാമെന്ന് കരുതി. നമ്മുക്കുട്ടിയും യുവക്കുട്ടിയും നല്ല ഉറക്കമായിരുന്നു കേട്ടോ പോകുമ്പോൾ തന്നെ. ഈ അമ്മയുടെ ഈ കരച്ചിലും കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റാതെ യുവക്കുട്ടി നല്ല ഉറക്കമാണ്. അപ്പോൾ അവന് എയർപോർട്ടൊക്കെ കാണണം, ഫസ്റ്റ് ഫ്ലൈറ്റ് കാണണം എന്നൊക്കെ ഉള്ളതിൽ നമ്മൾ ഒരുപാട് എണീപ്പിക്കാൻ നോക്കി. പക്ഷേ അപ്പൊന്നും എഴുന്നേറ്റില്ല കേട്ടോ. പക്ഷെ പിന്നെ എഴുന്നേറ്റും. ഞങ്ങൾ മൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ മൈക്ക് വളരെ അബദ്ധമായത് കൊണ്ട് തന്നെ അതിൻ്റെ വോയിസ് ഒരു സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും വോയിസ് ഓവർ തന്നെ ചെയ്യേണ്ടി വരികയാണ്. നടന്നു പോകുന്ന സംഭവം ഭയങ്കര ഇതാണ് കൊച്ചി എയർപോർട്ടിലെ മെഡിറ്റേഷൻ റൂം. ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനിടയിലാണ് ഇത് കണ്ടത്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കി നമുക്ക് പീസ്ഫുള്ളായിട്ട് അവിടെ ഇരുന്നിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ കണ്ടോ കിടക്കുന്നത്. ഞങ്ങൾക്ക് യുവക്കുട്ടി ഉറങ്ങിയിരിക്കുമ്പോൾ ഇവിടെ കിടത്തിയാൽ മതിയായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് നടക്കുമ്പോഴാണ് ഇത് കണ്ടത്. അപ്പോഴത്തേക്കും ടൈം ആയതുകൊണ്ട് പിന്നെ അവനെ കിടത്തിയില്ല. ഞാനിങ്ങനെ കുറച്ച് നേരം സുഖമായിട്ട് കിടന്നു. ഇവിടെ നിന്ന് സുഖമായിട്ട് നമുക്ക് ഉറങ്ങാം. ഫ്ലൈറ്റിൻ്റെ ആ ടൈം ആകുമ്പോൾ നമുക്ക് എണീറ്റാൽ മതിയല്ലോ. പിന്നെ അങ്ങനെ നമുക്ക് അനൗൺസ്മെൻറ്റ് വന്നു. അങ്ങനെ ഞങ്ങളല്ല, ഞാൻ, അമ്മ, യുവക്കുട്ടി, നമ്മുക്കുട്ടി ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ഇത്രയൊക്കെ ബിൽഡപ്പ് എന്തിനാണെന്ന് നിങ്ങൾക്ക് തോന്നും ഫ്ലൈറ്റിൽ കയറിയവർക്ക്. പക്ഷെ കയറാത്തവർ ഒരിക്കലും അത് പറയില്ല കേട്ടോ. കാരണം നമ്മൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മുക്കുട്ടീനെ അപ്പോഴത്തേക്ക് എഴുന്നേറ്റു. നമുക്ക് ഫ്ലൈറ്റ് കാണണം എന്നുള്ള രീതിയിൽ നമ്മുക്കുട്ടി എഴുന്നേറ്റു. നമുക്കുട്ടി എന്താണ് സംഭവം എന്ന് പറഞ്ഞ് നോക്കുകയാണ്. യുവക്കുട്ടിയെ ഞങ്ങൾ എഴുന്നേൽപ്പിക്കാൻ നോക്കി, പക്ഷേ യുവക്കുട്ടി എഴുന്നേറ്റിട്ടില്ല. പക്ഷേ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ യുവക്കുട്ടി എഴുന്നേറ്റു. ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ പുറമേന്ന് ഫ്ലൈറ്റ് കാണാം. ഇവിടെ നമുക്കിങ്ങനെ കൊച്ചി എയർപോർട്ടിൽ ഡയറക്റ്റായിട്ട് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ട് കയറാം. അല്ലാതെ ഞാൻ വിചാരിച്ചു താഴേന്ന് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി മേലെത്തണം എന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഫുക്കറ്റിൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് എന്നൊക്കെ പറയാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ സൗണ്ടൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു പേടി ഉണ്ടാവുമല്ലോ ആദ്യത്തെ ഫ്ലൈറ്റിൽ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഓരോ സൗണ്ട് കേൾക്കുമ്പോൾ എന്താ സൗണ്ട് എന്നൊക്കെ. അങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ ആദ്യമായിട്ട് ഞങ്ങൾ കണ്ടു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല മേലേന്ന് ഒരുപാട് ലൈറ്റും ഇതും നമുക്ക് കാണുമ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ്. പക്ഷെ നല്ല പേടിയുണ്ടായിരുന്നെങ്കിലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റേബിളായപ്പോൾ ഓക്കെ ആയി. അങ്ങനെ പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ ഉറക്കം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് ട്രെയിനിലായിരിക്കും നല്ലത്.
മണിക്കൊക്കെ ഉറക്കി രാവിലെ അവിടെ ഫുക്കറ്റിലെത്തി. ആ രാവിലത്തെ വ്യൂവും അടിപൊളിയായിരുന്നു. ആ ഒരു സൂര്യൻ്റെ ലൈറ്റ് അങ്ങോട്ടേക്ക് നമ്മുടെ ഫ്ലൈറ്റിലോട്ട് അടിക്കുന്ന സമയത്തുള്ളതും അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി എനിക്ക്. പിന്നെ രാവിലെ ഫുക്കറ്റ് എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാണ് ഞങ്ങളിപ്പോൾ. ലാൻഡ് ചെയ്യുമ്പോൾ നല്ല ടെൻഷനുണ്ട്, ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നല്ല കുലുക്കം ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ച് കൊച്ചി എയർപോർട്ടിൽ അങ്ങനെയല്ല കേട്ടോ, വളരെ സ്മൂത്തായിട്ടാണ് ലാൻഡ് ചെയ്തത്. പക്ഷേ ഇവിടെ ഭയങ്കര കുലുങ്ങിയായിരുന്നു ലാൻഡ് ചെയ്തത്. ഞാനിങ്ങനെ പേടിച്ചിരിക്കുകയായിരുന്നു. ആദ്യത്തെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസിലുള്ള ആൾക്കാർക്കത് ഊഹിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഫുക്കറ്റിലെത്തി. ശേഷം ഇവിടെ ഇങ്ങനൊരു ബസ്സിൽ നമ്മുടെ എക്സിറ്റ് ലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ ബസ്സിൽ കയറി എക്സിറ്റിലോട്ട് പോവാണ്. അപ്പോഴാണ് അവിടെ ഒരുപാട് മലയാളീസ്, നമ്മളെ കൂടെ തന്നെ ഒരുപാട് മലയാളീസ് അപ്പോൾ ഉണ്ട്. ഈ ഉള്ള ആൾക്കാരൊക്കെ നമ്മളൊപ്പം കൈരളി ട്രാവൽസിൽ കൂടെയാണ് കേട്ടോ വന്നത്. ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എനിക്കാണെങ്കിൽ ഒടുക്കത്തെ തലവേദന. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ അവസ്ഥ എന്നുള്ളൊരു ഇതാണ്. എപ്പോഴാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു തലവേദന വരികയാണ്. അങ്ങനെ ഞങ്ങൾ ടാബ്ലറ്റ് എടുത്തു ഞാൻ. എന്നിട്ട് എങ്ങനെയെങ്കിലും ഫുഡ് കഴിച്ചിട്ട് സ്വസ്ഥമായി ഇരിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ വോയിസ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ എങ്ങനെയുള്ള. സെലിബ്രിറ്റി ഉണ്ട്, അതാരാണെന്ന് ഞാൻ വഴി കാണിച്ചു തരാം. ഓക്കെ, കണ്ടു, ഇങ്ങനെയായിരുന്നു വോയിസ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആലു പരാത്ത വിത്ത് കേടും പനീർ പരാത്ത വിത്ത് കേടുമാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. 599 തായ്ബട്ടാണ് കേട്ടോ ഇതിന് മൊത്തത്തിലായിട്ടുള്ളത്. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ റൂമിലേക്ക് പോകുന്നതാണ്. ഇവിടുന്ന് 1 hour ഉണ്ട്. ഇവിടുന്ന് 1 hour ഉണ്ട്. ഇവിടെ 1 hour കൊണ്ടുവന്ന എത്തും അവിടെ. ഓക്കെ. ശരിക്കും നമ്മളെ നാട് പോലെ തന്നെ ഉണ്ട് കാണാൻ വേണ്ടി. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മളെ തെങ്ങും വാഴയും ഉപ്പിലമരവും എല്ലാം ഉണ്ട്, അങ്ങനെ തന്നെ ഉണ്ട്. കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അവിടുത്തെ കാറും ബൈക്കും അതൊക്കെ നല്ല കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അവിടെ മോഡിഫൈ ചെയ്യാൻ പറ്റും എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ആ രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ നമ്മളെ റൂം സെറ്റ് ആയിട്ടുണ്ട്. 2 റൂമാണ് നമുക്ക് എടുത്തേക്കണം. ആണ് നമ്മളെ റൂം വരുന്നത്. ഓക്കെ, ഇതാണ് ഗൈസ് സ്വിമ്മിംഗ് പൂള്. ഇതാ വാവക്ക് വേണ്ടിയിട്ട് ഒരു തൊട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട് അവർ. അടിപൊളി. നല്ല കുഞ്ഞു തലേണൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു ബെഡ്, നല്ലൊരു ബ്ലാങ്കറ്റ് ഉണ്ട് ബേബിക്ക്. നല്ലുണ്ട്. അപ്പൊ നമ്മള് തൊട്ടടുത്തൊരു മാർജിൻ ഫ്രീ ഉണ്ട്. എന്തായിരുന്നു പേര്? 24 ചീപ്പർ. സോ ചീപ്പർ. അപ്പൊ അവിടെ നിന്ന് കുറച്ച് ഫുഡ് വാങ്ങി. കുറച്ച് ചോറ്, 10 രൂപക്ക് ഒരു ചോറ്, തായ്പെട്ടാണ്. പിന്നെ കുറച്ച് കറി, പിന്നെ ഇത് ഇവിടെ ചിക്കൻ്റെ എന്താണ് സംഭവം കേട്ടോ, ചിക്കൻ ചപ്പാത്തിയോ ചിക്കൻ മജ്ബൂർ. ഓക്കെ, അത് പിന്നെ ഒരു കറിയും. പിന്നെ നമുക്ക് കഴിച്ചു നോക്കാം. ചോറ് സാധാ ചോറ് വയ്ക്കും. നല്ല സ്പൈസിയാണിത്. ഓക്കെ, അത്യാവശ്യം നല്ല സ്പൈസി. ഇവ നല്ലുണ്ടാ ഫുഡ്? സാധനം കാണിച്ചു തരാം. നമ്മളിത് വാങ്ങുമ്പോൾ കണ്ടിരുന്നെങ്കിൽ വാങ്ങില്ലായിരുന്നു. മൈ ഗോഡ്സ് ഓൺ കൺട്രി. അങ്ങനെ ഇത് നമ്മുടെ ഈ ഒരു എമൗണ്ട് പോയിരിക്കുന്നു. അപ്പൊ ഇത് കഴിക്കുന്നോ? ഒരു വീഡിയോ എടുക്കാം ഞാനിത് കഴിക്കുന്നത്. അങ്ങനെയെല്ലാം ഒന്ന് സെറ്റായ ശേഷം ഇതാ അച്ഛനും മോനും ഇരുന്ന് ഫിലിം കാണുകയാണ് ഗൈസ്. 2 യുവക്കുട്ടി നോക്കിയാട്ടെ ആശ്ചര്യത്തോട് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ് 2 പേരും. നല്ല സുഖമായിട്ട് ഒരുപാട് കാലത്തെ സ്ട്രെസ്സിനും ജോലിക്കും ശേഷം വളരെ കൂളായിട്ട് ഉള്ള പോലെ തോന്നി ഞങ്ങൾക്ക് ഈ ഒരു 5 ദിവസം. നമുക്കുട്ടി നല്ല ഉറക്കമായിരുന്നു.
പുതപ്പൊക്കെ പുതച്ച്. അപ്പോൾ ഡേ 1 ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പത്തോങ് ബീച്ച്. പത്തോങ് ബീച്ചിലോട്ടാണ് കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു മാളാണിത്. അപ്പോൾ മാളൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടത് 1 ഹവറാണ് കേട്ടോ. ഈ 1 ഹവറിനുള്ളിൽ നമ്മൾ ഫുഡും കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കേണ്ട 2 റെസ്റ്റോറൻറ്റ് അവർ പറഞ്ഞു. ഒന്നില്ലെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, ടൈഗറിൻ്റെയൊക്കെ പോലത്തെ. അപ്പോൾ ആ 2 റെസ്റ്റോറൻറ്റിൽ എവിടെയെങ്കിലും നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ കുറച്ച് നേരം ഒന്ന് കറങ്ങി. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക്, അതായത് ഞങ്ങളുടെ ഫാമിലിക്ക് ആർക്കും ഈ മാളും ഇതൊക്കെ കാണാൻ അത്ര വലിയ താല്പര്യം ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരം ഇവിടെ നിന്ന് പോയി. കുറച്ച് ദൂരം എന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു കുറച്ച് സ്ഥലം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കരുതി നമുക്ക് ഫുഡ് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്ന്. പല ടൈപ്പിലുള്ള ഫുഡും ഒരുപാട് റീൽസിൽ വീഡിയോസിൽ നമ്മൾ കണ്ട തായ്ലൻഡ് ഫുഡില്ലേ, അതൊന്ന് പോയിട്ട് കാണാം, അതിലൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്കാണ് പിന്നീട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു സെലിബ്രിറ്റിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതിഥിയാണ് ഉണ്ടായിരുന്നത്. ഐ തിങ്ക് നമുക്ക് ഫസ്റ്റ് സ്ട്രീറ്റ് ഫുഡ് ആയിരിക്കും നമുക്ക് കുറച്ചും കൂടി എക്സൈറ്റ് ആവുന്നത്. അപ്പൊ പലതരം തവളേനൊക്കെ നമുക്ക് കഴിച്ചൂടെ? തവളേന് പല്ലിയൊക്കെ ഉണ്ടാവും, പാറ്റ, പുഴുവൊക്കെ. അപ്പൊ നമുക്ക് അവിടെ ഫസ്റ്റ് പോയാലോ? ഇത് ശരിക്കും അങ്ങനെ ഞങ്ങൾ തായ്ലൻഡിലെ ഫുക്കറ്റ് ഫുഡ് സ്ട്രീറ്റിലോട്ട് പോവാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോക്കനട്ട് ആണ്, കോക്കനട്ട് വാട്ടർ. ഞങ്ങളുടെ നാട്ടിലെ കോക്കനട്ട് വാട്ടറിൽ നിന്നും ഡിഫറെൻ്റ് ആണെന്നായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അത് ട്രൈ ചെയ്തു. ആക്ച്വലി നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ഇല്ലേ കോക്കനട്ടിന്? നമുക്കുട്ടിക്കാണെങ്കിൽ സ്ട്രോ വെച്ച് കഴിക്കാൻ പറ്റുന്നില്ല. പാവ എൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് കഴിക്കാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് നോർമൽ ചിക്കൻ ഫ്രൈ ആണ്. ബാക്കിയൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒരു പേടി. അതുകൊണ്ട് ഞങ്ങൾ ട്രൈ ചെയ്തില്ല. ഞങ്ങൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസിലേക്ക് കണ്ടായിരുന്നു പലരും പുഴുവിനെയും ഒക്കെ ട്രൈ ചെയ്യുന്നത്. പക്ഷെ അതൊന്നും ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങൾക്ക് ആദ്യം ഉറപ്പായിരുന്നു. പക്ഷേ എന്തെങ്കിലും ഒന്ന് വാങ്ങണമല്ലോ. അങ്ങനെ ഞങ്ങൾ ചിക്കനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ യുവക്കുട്ടി ചിക്കൻ കഴിക്കാം. യുവക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. യമ്മി എന്ന് പറഞ്ഞിട്ടായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. ഞാൻ ഇടയ്ക്ക് യുവക്കുട്ടീൻ്റെ അടുത്തൊന്നും ഒന്ന് ഇസ്കി ഗൈസ്. തായ്ലൻഡിലെ ഫുക്കറ്റിലെ എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന സംഭവമാണ് കേട്ടോ ഇത്. അവരുടെ എന്തോ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അടുത്ത ഫുഡ് ഐറ്റം എന്താണെന്ന് വേണ്ടി വീണ്ടും നടന്നു. ഇവിടെ ഇങ്ങനെ കുറേ മീനുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ മീനുകളൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ ഏതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. ഫ്രഷായിട്ട് തന്നെ നമ്മൾക്ക് പൊരിച്ചോ എന്താണ് ഐറ്റം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് തരും. പിന്നെയുള്ള മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഈ കോക്കനട്ട് ഐസ്ക്രീം. ഇതെന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായ ഐറ്റമാണ്. അപ്പോൾ ഇതിങ്ങനെ കിട്ടും നമുക്ക് കോക്കനട്ട് ഐസ്ക്രീം. അതിന് ശേഷം ഇവിടെ ഒരുപാട് ടോപ്പിങ്സ് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് തന്നെ ഇഷ്ടമുള്ള ടോപ്പിങ്സ് എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞങ്ങൾ കുറേ മാംഗോസും പാഷൻ ഫ്രൂട്ടും പിന്നെ ഇത്തിരി കടലയും ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കടല കുറച്ച് കരിഞ്ഞ് കടലയായിരുന്നു, അപ്പോൾ അത് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ബാക്കിയൊക്കെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഐറ്റം മസ്റ്റ് ട്രൈ ഐറ്റം ആണെന്ന് പറയും ഞാൻ. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമായിരുന്നു ഇത്. ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ നഷ്ടമായി പോയേനെ ഞങ്ങളവിടെ വന്നിട്ട്. ഇതാണ് ക്രോക്കഡൈൽ. ഒന്നിന് 50 തായ്ബട്ടാണ്. 3 വാങ്ങുവാണെങ്കിൽ നമുക്ക് 120 കിട്ടും. അങ്ങനെ ക്രോക്കഡൈൽ ഞങ്ങൾ ട്രൈ ചെയ്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഫ്രോഗും അവിടെ തവളയുണ്ടായിരുന്നു, ക്രോക്കഡൈൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാനുള്ള മനസ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളത് അവിടെ നിന്ന് വിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അവിടെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ മാംഗോ സ്റ്റിക്കി റൈസ്. പക്ഷെ ഞങ്ങളത് ട്രൈ ചെയ്തില്ല. എന്തോ അത് ട്രൈ ചെയ്യാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു വേറെ ഫുഡ് ഐറ്റംസ് നോക്കിയിട്ട്. അടുത്തതാണ് ജെല്ലി ഫിഷ്. ഇതിനെയൊക്കെ ആൾക്കാർ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ ആവുക. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പത്തോങ് ബീച്ചിലെ ടൂർ ഗൈഡ്. നമ്മുടെ കൂടെയുള്ള ഒരു സെലിബ്രിറ്റി ഉണ്ട്. അത് സർപ്രൈസാണ്, വേറെ ആരുമല്ല.
ഇതാണ് ഞാൻ പറഞ്ഞ ടൈഗർ റെസ്റ്റോറൻറ്റ്. ടൈഗറിൻ്റെ പേര് അതിൽ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നിന്ന് വേണമെങ്കിൽ കഴിക്കാമെന്ന് നമ്മൾ ടൂർ ഗൈഡ് പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇവിടെ വരെ വന്നിട്ട് ഇന്ത്യൻ ഫുഡ് കഴിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞങ്ങൾ ഫുഡ് സ്ട്രീറ്റിലോട്ട് നീങ്ങിയത്. സാധനം എന്നറിയോ, നമ്മൾ വേസ്റ്റ് വന്ന വാട്ടർ ബോട്ടിലിൻ്റെ ഒക്കെ മൂടിയൊക്കെ ഇല്ലേ, സോഡ കുപ്പിൻ്റെ മൂടി, അതുകൊണ്ട് ഉണ്ടാക്കിയ സാധനമാട്ടോ ഇത്. കണ്ട, ഇത് മൊത്തം ആ ഒരു സാധനമാണ്. ഇവിടെ മാളിനകത്ത് ഒരു പെൺകുട്ടി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ടിപ്പ് ബോക്സ് ഒക്കെ ഉണ്ട്, പാട്ട് കേട്ടിട്ട് ഡാൻസ് കളിക്കുകയാണ്. ശേഷം പെത്തോങ്ങിൻ്റെ നൈറ്റ് സ്ട്രീറ്റിലൂടെ ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടും ലെഫ്റ്റും റൈറ്റുമുള്ള കാഴ്ചകളെന്ന് പറയുന്നത് ഇട്ടിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരുമോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് നമ്മൾ കട്ട് ചെയ്യുമോ അറിയില്ല, എങ്കിലും ഞങ്ങളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നടക്കുകയാണ്. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഗൈഡിനെ കണ്ടുപിടിക്കലും കൂടെ അതിൻ്റെ അടുത്തൊരു എക്സ്ട്രാ ടാസ്ക് ആയിരുന്നു. നമ്മൾ കൂടെ വന്ന ആൾക്കാരുടെ കൂടെ തന്നെ നടക്കുക എന്നുള്ളതും ഒരു ടാസ്ക്കാണ്. കാരണം ഭയങ്കര തിരക്കായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ അവരെ കാണില്ല. അപ്പോൾ അവർ പിന്നെ തന്നെ നടന്ന് നീങ്ങേണ്ടി വന്നിട്ടുണ്ടായി. ഒരുപാട് മ്യൂസിക് ബാർ എങ്ങനെയാണോ പറയാമെന്ന് എനിക്കറിയില്ല. അങ്ങനെ അതൊക്കെ കണ്ട് ഇന്നത്തെ ഡേ 1 ഞങ്ങളുടെ ലാസ്റ്റ് ഈ ഒരു പത്തോങ് ബീച്ചിലെത്തി. അവിടെ എല്ലാ ദിവസവും നടക്കുന്ന ഫയർ ഷോ ആണിത്. അത് കുറച്ച് നേരം ആസ്വദിച്ചിട്ട് ഇന്നത്തെ ദിവസം ഞങ്ങളിവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. Thank you so much for watching this video.